നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിങ് വേൾഡ്. ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷമാണ് ഞാൻ കാണുന്നത് എൻ്റെ വീടിൻ്റെ സൈഡിൽ പൂച്ചകളെല്ലാം കൂടി കുറേ എല്ലാം നശിപ്പിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ആ ഒരു സൈഡിലാണ് എനിക്ക് ചെടിയുമായി സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെയാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം അവിടെ എന്നുവെച്ചാൽ ഒരു നല്ല അടുക്കി എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന തരത്തിലാണ് ഞാൻ വെച്ചിരുന്നത്. പക്ഷേ ഇവിടെ ഒരു 3-4 പൂച്ചകളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ 2 കുഞ്ഞി പൂച്ചകളുണ്ട് കേട്ടോ. അവരുടെ മെയിൻ ജോലിയാണ് അവിടെ ഞാൻ വെച്ചിരിക്കുന്നതിനെ മുഴുവൻ വലിച്ച് താഴെ ഇടുക, അതിനെ മുഴുവൻ മാന്തിപ്പറിക്കുക. ഇതൊക്കെയാണ് അവരുടെ പരിപാടികൾ. അപ്പോൾ എൻ്റെ മുഖത്ത് അതിൻ്റേതായ നല്ലൊരു വിഷമമാണ്. ഞാനിന്ന് വേറെ കുറേ ജോലികൾ എനിക്ക് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അതെല്ലാം എൻ്റെ മുടങ്ങിപ്പോയി. അന്നേരം ഇതേണ്ട ഇവരാണ് ആൾക്കാർ കേട്ടോ. അതുകൊണ്ട് ഇത് കണ്ട എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. വീടിൻ്റെ അതായത് ബാക്ക് സൈഡിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒട്ടനെ ഓടി വന്ന് എൻ്റെ കാലയിലോട്ട് അങ്ങ് കിടന്നേക്കും. പിന്നെ നടക്കാനും സമ്മതിക്കത്തില്ല. ഈ പൂച്ചയാണ് അമ്മ പൂച്ച. അപ്പം ഇതിൻ്റെയാണ് ആ 2 കൊച്ചു കുഞ്ഞുങ്ങൾ കേട്ടോ. പിന്നെ ഈ ഒരു കറുത്ത പൂച്ചയുണ്ടല്ലോ, ഇതാണെങ്കിൽ എന്നെ നടക്കാൻ സമ്മതിക്കത്തില്ല. എപ്പോഴും എൻ്റെ കാലിൻ്റെ കീഴെ തന്നെ ഇങ്ങനെ ഇരിക്കും. ഞാൻ വളർത്തുന്നൊന്നുമല്ല, പക്ഷെ ഫുഡ് കൊടുക്കും. 3 നേരമൊക്കെ ഞാൻ ഫുഡ് കൊടുക്കും. അപ്പം അതിൻ്റെ ഒരു സ്നേഹമായിരിക്കാം ആ കുഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ നടന്നു കഴിഞ്ഞാൽ എൻ്റെ കാലിൻ്റെ അടുത്തുനിന്ന് മാറുകയില്ല. ഞാൻ പുറത്തോട്ടിറങ്ങാൻ എന്നെയും അച്ചുവിനെയും സമ്മതിക്കത്തില്ല കേട്ടോ. ഇത് പിന്നെ എൻ്റെ കുഞ്ഞ് കാണിച്ച പരിപാടികളാണ് കേട്ടോ. രാവിലെ ഒരു ചെടിച്ചട്ടി താഴെയിട്ട് അതങ്ങ് പൊട്ടിച്ചു. അവർക്ക് സ്ഥിരമുള്ള പരിപാടിയാണ്. അതിൻ്റെ മണ്ടേ കയറും, എന്നിട്ട് അവിടെ നിന്ന് എടുത്ത് ചാടും, എന്നിട്ട് ഒരു ചെടിച്ചട്ടി പൊട്ടിക്കൽ അവളുടെ ഒരു വിനോദമാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് മൊത്തത്തിൽ എനിക്കൊരു വിഷമം പിടിച്ചൊരു ദിവസമായിരുന്നു ഇന്ന്. കാരണം ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇത് റോഡിൽ പന്തൽ ഇടുകയാണ് കേട്ടോ. അതായത് അമ്പലത്തിൽ ശിവരാത്രി ഉത്സവം വരികയാണ്. അപ്പോൾ ശിവരാത്രിക്കാണല്ലോ ഞങ്ങളുടെ ഇവിടെ ഉത്സവം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇവർ വന്ന അവിടെ ഇത് കുറ്റി തറയ്ക്കുമ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറ്റിയൊന്നും തറയ്ക്കണ്ട, അവർ ആ സാധനമൊക്കെ കൊണ്ടുവരുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ 2 ദിവസം കൊണ്ട് അതിൻ്റെ പണികളെല്ലാം തീരുള്ളൂ. ചിലപ്പോൾ നാളെ വൈകുന്നേരം കൊണ്ടൊക്കെ തീർന്നേക്കും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവരുടെ ഈ കുഞ്ഞു പൂച്ചകളെ തമ്മിൽ കളിക്കുന്നതാണ്. അവർ തമ്മിൽ ഓടുമ്പോൾ ആ മെറ്റൽ മുഴുവൻ തെറിപ്പിച്ച് ഇങ്ങോട്ടെല്ലാം കാർ പോർച്ചിലോട്ടെല്ലാം ആക്കിയിട്ടിട്ടാണ് ഓടണേ. അതുപോലെ കളിയാണ് അവർ. അങ്ങനെ അവർ ഓടിക്കളിച്ച് കയറുന്നതാണ് ഇതിൻ്റെ മണ്ടയ്ക്കോട്ടൊക്കെ. എന്നിട്ട് അവിടെ നിന്നുള്ളതെല്ലാം വലിച്ച് താഴെ ഇടും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വെച്ചാൽ ഒരു കവറ് കിട്ടിയാലും എന്ത് കിട്ടിയാലും അപ്പുറത്തെ വീട്ടിൽ നിന്നുള്ള സാധനങ്ങൾ വരെ വലിച്ച് എനിക്ക് രാവിലെ അടുക്കളയുടെ ഭാഗം തുറക്കുമ്പോഴത്തേക്ക് അവിടെ കുറേ വേസ്റ്റുകൾ കൊണ്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെച്ചാൽ അവരുടെ വീട് ഇതാണല്ലോ. അപ്പോൾ അത് കാരണം അവർ അപ്പുറത്തു നിന്നൊക്കെ കൊണ്ടുവന്ന് എൻ്റെ വീടിൻ്റെ അവിടെ കൊണ്ടുവന്നാണ് ഇവർ കളിക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ പിന്നെ അപ്പുറത്ത് പോയി ചെടിച്ചട്ടി പൊട്ടിയതൊക്കെ റേഷൻ കടയുടെ മുന്നിലോട്ടായിരുന്നു വീണത്. അപ്പോൾ അതെല്ലാം ഞാൻ അവിടുന്ന് തൂത്ത് അതെടുത്തിട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എന്തായാലും ഇന്നവിടെ വൃത്തിയാക്കണമല്ലോ. അപ്പം പിന്നെ ഞാൻ വെച്ചാൽ ആ ഒരു ഏരിയയിലുണ്ടായിരുന്നു കുറേ ചെറിയ പോട്ടുകളുണ്ടായിരുന്നു. അന്ന് ബൊഗൈൻവില്ലയൊക്കെ മേടിച്ചതിൻ്റെതും പിന്നെ നഴ്സറിയിലിട്ട് കൊണ്ടുപോകാൻ വെച്ചതും അങ്ങനെയൊക്കെ കുറേ പോട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ വെച്ച് കഴുകി ഒന്ന് വൃത്തിയാക്കി വെയിലത്ത് ഉണക്കാൻ വെച്ച്. എന്തായാലും വെയിലത്ത് ഇരുന്ന് പണിയല്ലേ. അപ്പോൾ ഞാൻ വെച്ച് അത് കഴുകി അങ്ങോട്ട് വെക്കാമെന്ന് വെച്ചിട്ട് അതാദ്യം അതിനെ എല്ലാം കൂടെ തട്ടിക്കുടഞ്ഞ് ഒരു അതിനകത്തോട്ട് ഇട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഉള്ളത് ബാക്കിയുള്ളതിലൊക്കെ ഒന്ന് അടുക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് എന്താക്കും പണിയെന്നറിയില്ല. പിന്നെ പോട്ടി മിക്സും പിന്നെ ചാണകമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊക്കെ ഇങ്ങനെ ചാണകത്തിൻ്റെ ആ കവറൊക്കെ ഇങ്ങനെ തുരന്നൊക്കെ വെച്ചിട്ടുണ്ട്. അത് എലിയാണോ അതോ ഇതുങ്ങളാണോ എന്നും അറിയില്ല. അങ്ങനെ പറയാം. പിന്നെ കണ്ട് അവിടെ കുറേ കയറൊക്കെ കിട്ടി. അതൊക്കെ എവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് അവിടെ വെച്ചിരിക്കുന്നതെന്നറിയില്ല. അതുമെല്ലാം ഞാൻ ചുരുട്ടിയെടുത്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറേ വേസ്റ്റെല്ലാം കൂടെ എടുത്ത് ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയി കത്തിക്കാനായിട്ട് ഇട്ടു. ഇത് പിന്നെ ഞാൻ ഫ്രണ്ടിൽ കഴുകാനും അവിടെ തൂക്കാനും ഒക്കെ വെച്ചിരിക്കുന്നതാണ്. അവിടുത്തെ കാർ പോർച്ച് കഴുകാനൊക്കെ നല്ല ഈസിയാണ് കേട്ടോ ആ മോപ്പ് വെച്ച്. മറ്റേത് ബ്രഷ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടമാനായിട്ട് സ്ട്രെയിൻ എടുക്കണം. ഇതാകുമ്പം കുഴപ്പമില്ല, വെറുതെ വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് ചെയ്താൽ മതി. ഇത് പിന്നെ കുഞ്ഞി അതേൽ വൊമിറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. പിന്നെ അതും കഴുകി. ഇന്ന് മൊത്തത്തിൽ എനിക്ക് പൂച്ചകളെല്ലാം കൂടെ ചേർന്ന് എനിക്ക് പണി തന്നതാണ് കേട്ടോ.
അപ്പോൾ അതിനെ ആ ചെറിയ പോട്ടിനെ എല്ലാം ഒന്ന് നനച്ചു. അത് കഴിഞ്ഞ് ഒരു വേസ്റ്റ് തുണി കൊണ്ട് ഞാൻ നന്നായിട്ട് കഴുകി അതിനെ വെയിലത്തോട്ട് കമത്തി വെച്ചു. അപ്പോൾ അതിനി ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം അതിനെ പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം ഒന്ന് ഒരേ കളറിലാക്കാമെന്ന് വെച്ചിട്ട് അതെല്ലാം കൂടി അവിടെ എടുത്ത് വെച്ചത്. പണിയെല്ലാം കഴിഞ്ഞ് കുഞ്ഞ് വന്ന് ഫ്രണ്ടിൽ വന്ന് കിടക്കുകയാണ്, ഒന്നും അറിയാത്ത പോലെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഉച്ച വരെയുള്ള പരിപാടികൾ ഇങ്ങനെ അതുമൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഊണെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വന്നിരുന്ന് ഇത് കുറച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്യണം. അപ്പോൾ ഞാനിത് കുറേ ആയി മേടിച്ച് വെച്ചിട്ട് ഇതുവരെ അത് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അപ്പം ഇതൊരു കാർഡ്ബോർഡ് പോലെയാണെന്ന് കേട്ടോ, നല്ല കട്ടിയാണ്. പിന്നെ നമുക്ക് ജോയിൻറ്റ് ചെയ്യാം. കുറേ പീസുകളായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്, ഓരോന്നോരോ പീസായിട്ടാണ് കിട്ടുന്നത്. അതെല്ലാം നമ്മൾ ജോയിൻറ്റ് ചെയ്യണം. അതിനൊക്കെയുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ അതൊന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കും, കാരണം കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കതിനകത്ത് ഇഷ്ടമുള്ള കളറ് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് പേപ്പറുകൾ ഒട്ടിക്കുകയോ അല്ലെങ്കിൽ വരയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് ക്രാഫ്റ്റിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പുതിയതായിട്ടൊന്നും മേടിച്ചില്ല. അപ്പോൾ ഇവിടെ ഉള്ളത് വെച്ച് തന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം പോയി എടുത്തുകൊണ്ട് വന്ന് അതെല്ലാം നിരത്തി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് അറിയില്ല. അപ്പോൾ പറ്റുന്ന പോലെ ഓരോന്നായിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ അത് ചെയ്യണം. അപ്പോൾ ഇന്നത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതിപ്പോൾ എല്ലാം ഇന്നിപ്പം ഫ്രഷായിട്ട് ഒട്ടിച്ചതല്ലേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ഇനി ഡ്രൈ ആകണം. നന്നായിട്ട് ഡ്രൈ ആയില്ലെങ്കിൽ നമ്മളെ തൊടുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇളകി വന്നാലോ അല്ലെങ്കിൽ ഒന്ന് പൊസിഷനൊക്കെ ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ ഒരു വൃത്തിയിടാം. എന്നിട്ട് വേണ്ട അത് ഒട്ടിച്ചപ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട്. ഇനിയിപ്പം മേളിൽ അതിൻ്റെ പെയിൻ്റൊക്കെ ചെയ്ത് എന്തെങ്കിലും ഗ്ലാസ് വർക്ക് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ ഇത് ഒരു 4 എണ്ണം ഉണ്ട്. അപ്പോൾ 4നും 4 കളറിലെ പേപ്പർ അകത്ത് ഒട്ടിക്കുകയാണ് ഞാൻ. അതിൻ്റെ കറക്റ്റ് അതിൻ്റെ ഞാൻ ഒട്ടിച്ച ആ ഷീറ്റിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ഈ നൂലും ഒക്കെ മേടിക്കാൻ പോകുമ്പം ഇത് കണ്ടോ, ഇതിങ്ങനെ ഓരോരോ ഹോളുകളുണ്ട്. അതിലെല്ലാം ഞാൻ എന്താ പറയുന്നത് ഫെവിക്കോൾ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അത് നന്നായിട്ട് ഒട്ടി അവിടെ ഇരുന്നോളും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് തട്ടോ മുട്ടോ ഒക്കെ ചെയ്താൽ ചിലപ്പോൾ അതിൽ നിന്ന് ഇളകിപ്പോരും. അങ്ങനെ അങ്ങ് ഭയങ്കര ജാമായിട്ട് ഇരിക്കുകയൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ അതങ്ങനെ ഇരുന്നോളും എത്ര നാൾ വേണം. പിന്നെ നമുക്കത് ഇളക്കണമെന്ന് വെച്ചാൽ പാടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഓരോന്നും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത് അതിൻ്റെ നടുക്കോട്ട് ഓരോ പേപ്പറായിട്ട്. അപ്പോൾ ഈ പേപ്പറിൻ്റെ പേരെനിക്കറിയില്ല എന്താണെന്ന്. കുറച്ച് തിക്കായിട്ടുള്ള ഒരു പേപ്പറാണ് കേട്ടോ. പേപ്പറല്ല, പക്ഷേ എന്തോ ഒരു സ്മൂത്തായിട്ടായിരിക്കുന്നത്. അപ്പോൾ ഞാനെന്തോ നൂലൊക്കെ മേടിക്കാൻ പോയതിൻ്റെ കൂട്ടത്തിൽ കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. എന്തെങ്കിലും ചെയ്യാനായിട്ട് മേടിച്ചതായിരിക്കാം. അപ്പോൾ എനിക്ക് തന്നെ അറിയത്തില്ല, ഞാൻ ചിലപ്പോൾ മേടിച്ചുകൊണ്ട് വരും, പിന്നെ അത് ചെയ്യത്തില്ല. അതിങ്ങനെ പിന്നെ അവിടെ ഇരിക്കും. പിന്നെ എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കും, ഒരാവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാം. അങ്ങനെ അപ്പം ഈ 4 എണ്ണമാണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഇനിയും ഉണ്ട് അതിനകത്ത് വർക്കുകൾ. ഇനിയിപ്പോൾ അത് പിന്നെ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.